കറക്റ്റ് ടൈമിലാണ് നൂറിൻ്റെ എൻട്രി. നമസ്കാരം കൂട്ടുകാർ. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ നമ്മളെ കൂടെ നമ്മളെ പ്രത്യേക അതിഥി നമ്മളിവിടെ വരുമ്പോഴേ വിചാരിച്ചു നൂറാണ് ഈ വ്ളോഗിൽ കൂട്ടണം. മനസ്സ് കരുതിയ പോത്തിന് നൂറോടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചപ്പോത്തിനാണ് നൂറ് നമ്മളെ കൂടെ വന്നിട്ട് ഈ വ്ളോഗിൽ നമ്മളെ കൂടെ പങ്കുചേർന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു, അതാണ് ഇന്നലെ വരാൻ പറ്റുന്നത്. സ്കേറ്റിംഗ്. എന്റെ സ്കൂളിലെ കുട്ടികളെ കണ്ടിയായിരുന്നല്ലേ? 7ാം ക്ലാസ്സിലെ ഓല എന്നെ വിളിക്കല് ചൊറുക്കാണല്ലോ. സ്കൂളിലെ ചൊറുക്ക്, സ്കൂളത്തെ ചൊറുക്കാണ്. നിങ്ങള് ചൊറുക്കിന്റെ ഏട്ടനല്ലേ? എന്റെ അരച്ചപ്പേരാ അങ്ങനെ വിളിക്കല്? ഓ എന്നെങ്ങനെയാണ് കുട്ടികളൊക്കെ വിളിക്കാറ്? അതെ, അണ്ണാന്, മണ്ണുണ്ണി, പാമ്പ് അങ്ങനത്തെ ഇരട്ടപ്പേരൊന്നും കിട്ടാൻ പണിയില്ല. പക്ഷെ ചൊറുക്ക് കിട്ടണ കുറച്ച് നയിപ്പാണ്. അത് ചൊറുക്കന്നെ വേണം. വെറുതെ കിട്ടും, വെറുതെ കിട്ടണ പേരല്ല. അപ്പൊ ചൊറുക്ക് എന്നുള്ള പേര് കിട്ടിയ നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും എളിയ യുവതിയാണ് നൂറ്. എന്താണ് പറയാനുള്ളത്? ആ ഒരു പേര് നിങ്ങൾക്ക് നാമോപദേശം ചെയ്ത് കിട്ടിയതില്? ഒന്നും പറയാനില്ല. ആ ഒരു പതക്കത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? കുട്ടികൾ തന്ന ഒരു പദവിയിൽ ഹാപ്പി അല്ല? അപ്പൊ അങ്ങനെ നോക്കണ ഇഷ്ടല്ലേ? ഇത് 5ാം ക്ലാസ്സിലാണെങ്കിലും എന്റെ കമ്പനിക്കാർ മൊത്തം 7ാം ക്ലാസ്സിലാണെന്നുള്ള ന്യൂസ് ഞാൻ കേട്ടു. യെസ്. അതെന്താണ് സീനിയേഴ്സിനോട് കമ്പനി അടിച്ചെടുക്കുന്നത്? എന്ത് മൂഡിലാണ്? എല്ലാവർക്കും അറിയുന്ന പറഞ്ഞു ജിന്റെ അനിയത്തിയാണ്. കുട്ടികളൊക്കെ ബ്ലോഗ് കാണലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്കൂളിൽ നിങ്ങളിപ്പോ പറമ്പ സ്കൂളിന്റെ ഒരു ഷൈനിങ് സ്റ്റാർ ഓഫ് പറമ്പ സ്കൂളാണ് നിങ്ങള്. യെസ്. ഉഷാറാണ് കാര്യങ്ങളൊക്കെ. എന്താണ് വൈകുന്നേരം ചായക്ക് എന്താണ് കഴിച്ചത് നിങ്ങള്? നൂഡിൽസ് കഴിച്ചു. നമ്മളെ പോലെ തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം അല്ലേ? നൂഡിൽസ് തന്നെ അവിടെ വന്ന് വേറെ വെക്കുന്നില്ലേ? വെക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ഒരു കാര്യം പറയാനാണ് ഇപ്പൊ വന്നത്. പറയേ. അങ്ങനെ നീ കുറ്റസമ്മതം നടത്തി അല്ലടാ. അപ്പം ഇതിന് കുറെ സാഹചര്യങ്ങൾ നമുക്കുണ്ട്, നമ്മളിതിലേക്ക് എത്തിപ്പെടാണ്ടായ സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോവാണ്. അതായത് സുഹൃത്തുക്കളെ, നമ്മള് ഇല്ല അവർ പറഞ്ഞുതരാ. ഡിസംബർ 26 പറഞ്ഞൊരു ഡേറ്റ് നമ്മളെ മേലെ എന്തായി? അതൊരു പതിഞ്ഞു പോയി. നമ്മള് വെറുതെ ഒന്ന് ഇട്ടെടുത്തേ. അതെ. അപ്പൊ നമ്മള് നിർബന്ധിതനായ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞത്. അതായത് എന്താ അപ്പം എല്ലാരും ഇത് അറിഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ബാസിൽ എന്തായത് ഉള്ളിക്ക് ഭയങ്കര പ്രഷറായി പോയി. കാരണം 26-ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇതായി. അതായത് 26-ന് നമ്മൾ എന്തെങ്കിലും ഒരു ഫുട്ബോൾ ടൂർണമെന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ പിന്നെ നമ്മൾ ഫുട്ബോൾ ആക്കാം, കുറച്ചുകൂടി വലിയ അല്ലെങ്കിൽ പിന്നെ ഒരു ക്യാമ്പും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതൊന്നും നടക്കാത്ത സ്ഥിതിക്ക് എല്ലാരും അറിഞ്ഞ് പ്രഷറായപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിപ്പോ എന്താ വെച്ചാല് നമുക്കൊരു ഇത് വന്നപ്പോ നമ്മളെ കുറിച്ച് ഒരാൾ അന്വേഷിച്ചപ്പം ഓന്റെ ഡിസംബർ 26-ന് കല്യാണം അങ്ങനെ ഒരു സാധനം മൊത്തത്തിൽ എന്തായി സ്പ്രെഡായി. അതായത് കല്യാണം അല്ലേ എന്നുള്ള ആൾക്കാർ ഇല്ലാത്ത സംസാരിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ നിർബന്ധിതനായി. എന്തിന്? അതായത് പിന്നെ എന്റെ കല്യാണം നടന്നിട്ടില്ല. 26 കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു അന്വേഷണം വരികയാണ്. ആൾക്കാർ രണ്ടാം ഘട്ടമാവും. ആൾക്കാരെന്താ പറയാ, ഓന്റെ അന്ന് കഴിഞ്ഞാണ് ആദ്യം കെട്ടിയ ആളെ കാണാനല്ല, ഡിസംബർ 26-ന് ഓന്റെ കഴിഞ്ഞിരിക്കണ അറിയും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയ സ്ഥിതിക്ക് നമ്മളിപ്പോ എന്ത് ചെയ്യാണ്? ഡിസംബർ 26-ന് കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ ഇനി അതിലൊരു റിസ്ക് എടുക്കാൻ വയ്യ. അപ്പൊ എല്ലാ യൂട്യൂബ് പ്രേക്ഷകരെയും ഞങ്ങള് വളരെ വിനീതമായി ക്ഷണിക്കണില്ല കേട്ടോ. അതായത് ക്ഷണിക്കാനായിട്ടില്ല. നമ്മളിപ്പം ഓല പെരീക്കാണ് പോണത്. അപ്പം നമ്മള് ബാസിൽ ചെറുതായി ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒരു വാർത്ത കിട്ടിയപ്പോ ഇങ്ങനെ ഒരു കുട്ടിനെ ഇങ്ങനെ അവിടെ ഉണ്ടെന്ന് ആരൊക്കെയോ പറഞ്ഞപ്പോ നമ്മളത്തെ ന്യൂസ് എത്തി. അപ്പൊ ബാസിലൊരു അധ്യാപകനായെന്നിരിക്കെ ബാസിലും ആഗ്രഹിക്കണം എന്താണ് ഒരു അധ്യാപകത്തൊക്കെ ഒരു ഇഷ്ടമുള്ളൊരു യുവതിനെയാണ്. ആണോ? അധ്യാപക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരാളാണ് ആഗ്രഹിക്കണത്. അപ്പൊ ആള് മെഡിസിൻ ഒക്കെ പഠിച്ച് ആളപ്പിമ്മ എന്താണ് ഇമ്മ ടീച്ചറാണ്. അപ്പൊ ബാസിൽ അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഇമ്മ ടീച്ചർ എന്ന് പറഞ്ഞപ്പോ തന്നെ ബാസിൽ എന്ത് കുട്ടീനെ കണ്ടിട്ടില്ലേ പാടില്ല, സാധനങ്ങൾ എഴുതി കൊടുത്താലുള്ള പേരിൽ പറഞ്ഞു. അപ്പൊ ബാസിൽ എന്ത് ചെയ്തു, ഇത് ഭയങ്കരമായിട്ട് കണക്ട് ആയി ഓന്റെ ജീവിതത്തിലേക്ക്. കാരണം ബാസിന്റെ ഒരു പൗതി പറഞ്ഞാല് സോഷ്യൽ ആക്ടിവിറ്റിയാണ്. അതായത് ഇവിടെ ഇങ്ങനെ യുഡിഎഫിന്റെ പരിപാടി ഉണ്ടാകുമ്പോ അവിടെ ഇല്ലാതെ ഉണ്ടാവില്ല. അതേമാതിരി പ്രിയങ്ക ഗാന്ധിന്റെ ബാക്കിൽ ഇങ്ങനെ ലൈൻ അടിച്ച് നടക്കുക, അല്ല പരിപാടി കൂടുക. അതേപോലെ രാഹുൽ ഗാന്ധിന്റെ ബാക്കിൽ നടക്കുക, ഇങ്ങനത്തെ പരിപാടികളാണ് ബാസിലിനുള്ളത്. എന്നാ ബാസിലിന്റെ ഈ ഒരു പാട് എന്താണ്, ഗവൺമെന്റിന് വേണ്ടി
ഇന്ത്യൻ കേരള വിദ്യാഭ്യാസം വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 9 മുതൽ 5 മണി വരെ തന്റെ വിലപ്പെട്ട സമയം മാറ്റി വെക്കണം എന്തിന്? സർവീസിന്. അപ്പൊ ഇതിക്ക് രണ്ടുക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അതിൽ ഇജ്ജ് ഭാഗ്യം ചെയ്തിരിക്കണം ഞാൻ പറയാം. കാരണം നമുക്കിപ്പം എനിക്ക് തന്നെ ഇപ്പൊ ഒരു പാട്ട് പാടുന്ന ആളെ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല, മനസ്സിലായോ? എനിക്കിപ്പോ അതിനെന്ത് ചെയ്തു, പക്ഷെങ്കിൽ ഇജ്ജ് ഉദ്ദേശിച്ച ഒരാളെ എനിക്കത് കിട്ടി. അപ്പൊ നമുക്ക് നമ്മളെ ഫീൽഡിൽ നിന്ന് ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. ഇതെന്താ വെച്ചാല് ഓക്ക് പിന്നെ നമ്മളെ ഫീൽഡിലേക്ക് ഇൻഷാല്ലാ കൊണ്ടുവരണമെന്നാണ് നമ്മളെ ആഗ്രഹം. അപ്പൊ താല്പര്യമുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള പരിപാടികളിലൊക്കെ നീങ്ങണം. ഇപ്പൊ 26-ാം തീയതി ഒരു ദിവസം നമ്മളെ കൺമുന്നിൽ വന്നിക്കുമ്പോ ജിംഷാദ് ഇവിടെ വരൂ. ഇത് കേട്ടപ്പോ തന്നെ തുണിയാണ് ഒരു അയച്ചിട്ടു ചൂടത്തിട്ട് ആകെ ടെൻഷനായി കണ്ട്. ജിംഷാദ് എന്താണ് പറയാനുള്ളത്? നല്ലൊരു കാര്യം നടക്കാണ്. ഇതോണാണ് അല്ല ഇവിടെ നിന്നിട്ടാ പറഞ്ഞു കിട്ടും, ഇതില് കിട്ടും. അപ്പം ജിംഷാദ് എന്താ പറയാനുള്ളത്? 26-ാം തീയതി ഒരു മംഗളമായുള്ള ഒരു ദിവസം നമ്മളെ കൂടെ എത്തിച്ചേരാൻ പോവുകയാണ്. ഇത്രയും കാലം സിഗ്മ ബോയ് അതാണ് ഇവന്റെ റിംഗ് ടോൺ ട്ടാ. പിന്നെ യുവതികൾക്കൊക്കെ എതിരെ ഇനി യുവതി പ്രണയം എല്ലാം മാറി, മൊത്തം മാറി. വികാരങ്ങൾക്കെതിരെ ഇനി പ്രണയത്തിനെതിരെ ഇനി വൈവാഹിക ബന്ധങ്ങൾക്കും ആഘോഷങ്ങൾക്കൊക്കെ എതിരെ ഇനി ഇങ്ങനെ പറയാ 4000 ആളെ 5000 ആളെ പരിപാടിയാണ്. നമ്മളൊരു ചെറിയ പരിപാടിയാണ് 5000 ആള് വരുന്നുള്ളതാണ് പറഞ്ഞത്. അത്ര ആളൊന്നും കേട്ടോ, വെറുതെ പറയാ. എന്താ പറയാനുള്ളത്? ഒരു ഇങ്ങനെ വൈവാഹിക ബന്ധങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അനുഭവത്തിന് വിളിച്ചത് പറയാനായിട്ടില്ല. നിങ്ങളെ ഏട്ടന്മാരതൊക്കെ കഴിയട്ടെ. ഇതാണ് ഞമ്മക്കൊക്കെ ഇതിന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും. അർഷിക്ക് എന്താ പറയാ? ഇപ്പൊ പറയട്ടോ, കാട്ടെ ഞാൻ പിടിച്ച അർഷിക്ക് എനിക്കെന്താ ഇത് ഉറപ്പിച്ചതിന് ശേഷം ബാസിലിന്റെ ഫുൾ റൂട്ടീനൊക്കെ മാറി അല്ലേ? ആദ്യം 10 മണി വരെ കുഴപ്പമുണ്ടായി, ഇപ്പൊ അതും കിട്ടാതെയായി. ഇപ്പം ഇടയ്ക്ക് എടാ ഒരു കോൾ ഉണ്ട്, ടീച്ചർ വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ സേവ് ചെയ്ത് നമ്പർ സേവ് ചെയ്ത് ഇപ്പൊ അടുത്താണ് നമ്പർ സേവ് ചെയ്ത്. അതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം, പേര് പറഞ്ഞുതരാം. നിങ്ങളെ ഇവരെ ഈ സ്വഭാവമല്ലോണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്ത്, ഞാൻ മർത്തോമ കോളേജിൽ പഠിച്ചിന്. അപ്പൊ അൻവർ മർത്തോമ ഞാൻ എന്ത് ചെയ്ത്, ഒരു ദിവസം അൻവർ മർത്തോമ 10 പ്രാവശ്യം വിളിച്ച് ഇല്ലടോ അങ്ങനെ നമ്പർ സേവ് ചെയ്ത്. അതില് പിന്നെ എന്താ അൻവർ മർത്തോമ മാറ്റി കിഡ്നി മർത്തോമ ആക്കി. അതിലൊരു ദിവസം എല്ലാവരും നിന്നപ്പോൾ ബെല്ലടിച്ച് അതില് കിഡ്നി മർത്തോമ. ഇത് ഇവൾക്കൊരു കളക്ഷൻ കിട്ടില്ല. അതിലെന്താട്ടി അത് മർത്തോമ കോളേജിൽ നിന്ന് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യം പറഞ്ഞിട്ട് വിളിച്ചിരി. അപ്പൊ അങ്ങനെ നമ്പർ സേവ് ചെയ്താന്നൊക്കെ പറഞ്ഞ് തൽക്കാലം പിടിച്ചത്. പക്ഷെ പിന്നെ ഇപ്പൊ അറിഞ്ഞ് എന്താ വെച്ചാൽ നമ്പർ സേവ് ചെയ്തെന്ന് വെച്ചാൽ ഇതാക്കല്ലോ. നമുക്ക് സംശയമുള്ള കാരണം വെച്ചാല് അൻവർ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണം. വെറുതെ പറയട്ടോ, ഇങ്ങനെ നമ്മളെ വിളിച്ചിട്ടില്ല ഒരു ലൈനും. ഇത് ഏത് ലൈനാണ് ഇങ്ങനെ വിളിക്കണ ഒരു അൻവർ മറന്നു? അൻവറിന് എന്താ ഇതിന് മാത്രം പറ്റുന്നത് കിട്ടാൻ എനിക്ക് ഒരു സംശയമായി. അതിൽ അൻവറിന് സ്ത്രീ ശബ്ദം വന്നപ്പോഴാണ് അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. വണ്ടി കയറാൻ പറയാ എന്തായാലും ഇതിന്റെ അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ കാര്യങ്ങൾ അറിയിക്കും. അല്ലാതെ അതായത് ഒഫീഷ്യലി പറയും സ്റ്റേജ് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ നടപ്പാതെ ഒരുക്കിയിട്ടുണ്ട്. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, നമ്മളിവിടെ ഇത്ര ആൾക്കാരാണ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങള് പറയും. അല്ലാതെ ബാക്കിയൊക്കെ വരെ കൂട്ടി പറയും കേട്ടോ. കമന്റ് ബോക്സിൽ പറയുന്നത് കൂട്ടി പറയണതാണോ? ആയിക്കോട്ടെ പറയട്ടെ. അത് പിന്നെ ഞാൻ ഊമ കണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇന്ന് അതിന്റെ ഭാഗമായിട്ട് എന്തെടുക്കാൻ പോവാണ്? നമ്മള് ഡ്രസ്സ് ഒക്കെ ഒന്ന് നോക്കണല്ലോ. വസ്ത്രാക്ഷേപണം. അത് വസ്ത്രാക്ഷേപം പറഞ്ഞാല് പണ്ട് ഒരു ചരിത്രത്തില് നടന്നൊരു സംഭവമാണ്. മറ്റേ പാഞ്ചാലിനെ ആ സംഭവത്തിൽ വസ്ത്രം എടുക്കാൻ പോവാണെന്നാണ് പറഞ്ഞത്. അതെ, വസ്ത്രങ്ങൾ എടുക്കാൻ പോവാണ് പുതിയതായിട്ട്. വസ്ത്രാലങ്കാരം.
പിന്നെന്താ വെച്ചാൽ നമുക്ക് ഒരു പുതിയൊരു നമ്മളൊരു മൊത്തം ഒരു ഇതന്നെ മാറണീന്റെ ഒരു ടെൻഷൻ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ തവക്കൽ ചെല്ലല്ല. അതല്ല അതല്ല നമ്മളെ ജീവിതത്തിലേക്ക് മറക്കരുത്. മറന്നാലും കുഴപ്പമില്ല. ടെൻഷൻ എന്താ എന്താ പെണ്ണെട്ടി സൈഡായ കുറെ ആൾക്കാരെ കണ്ടിരിക്കണേ. അതായത് നമ്മളേറ്റൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായി. നമ്മളപ്പോ A to Z നമ്മളെ കൂടുതൽ ആൾക്കാർ അതൊരിക്കലും ഓലൊരു പ്രശ്നമായിട്ട് കാണില്ല. ഓല ഇങ്ങനെ പറയാടാ കൂടാൻ പൂതിണ്ട്, ഇറങ്ങാൻ വെച്ചാ കൂടാൻ പൂതിണ്ട്, കയറാൻ വെച്ചാ കൂടാൻ പൂതിണ്ട്, 9 മണിക്ക് തന്നെ കാരണം. അപ്പൊ ഓരോരുത്തർ നമ്മളെ അങ്ങനെ അപ്പൊ നമുക്ക് എന്താ വെച്ചാല് ചിലപ്പോ ജീവിതം അങ്ങനെ മാറും. പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ്. കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഡാൻസ് കളിച്ച് നടന്നോലെ എല്ലാവരും ഒറ്റയടിക്കാൻ സ്വിച്ച് ആകുമ്പോൾ നമുക്കത് ചിലപ്പോൾ 4 ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും അവനെ കിട്ടൂല എന്നുള്ള മനസ്സിലാവും. പക്ഷെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് സങ്കടമാണ്. ഒരുപാട് കേസിൽ നമുക്ക് അങ്ങനെ സങ്കടം. അപ്പൊ അങ്ങനത്തെ ആ സങ്കടം എന്റെ സൈഡിൽ നിന്നുണ്ടാവോ? എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. ഞാൻ 8 മണിക്ക് കയറില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അപ്പൊ പിന്നെ നമ്മളെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വരുമ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല മാറ്റങ്ങളല്ല, നമ്മളെന്താ വെച്ചാല് നമ്മളെ വിശ്വസിച്ച ഒരു കുട്ടി വരികയാണ് നമ്മളെ ജീവിതത്തിലേക്ക്. ട്രസ്റ്റ് ചെയ്താണ്ട് റിലേഷൻഷിപ്സ് ആർ ബിൽറ്റ് ഓൺ ട്രസ്റ്റ്. ട്രസ്റ്റ് ആൻഡ് ലവ്. ട്രസ്റ്റ് 50%, ലവ് 50% മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇവരത് നമ്മളെക്കാട്ടിലും അറിയാലോ വളരെ ക്യാപ്ഷൻ കോട്ട് പണ്ട് പേരുകൾ വെച്ച് നോക്കുമ്പോൾ പണ്ട് ക്ലോസ് ഫ്രണ്ടിൽ സ്റ്റോറി ഇടാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഈ കോഡ്സ് ഇവലെ പള്ളി കമ്മിറ്റിയിലാണ് പോയി. അപ്പം ദീനീപരമായ ഇതിലേക്ക് കയറി. അപ്പം എത്ര പെർസെൻറ്റേജ് നിങ്ങൾ ട്രസ്റ്റ്? ഞാൻ ചോദിക്കണത് ട്രസ്റ്റ് ആണോ വലുത്, റിലേഷൻഷിപ്പിൽ സ്നേഹമാണോ വലുത്? രണ്ടിനും അതിൻ്റെ ഒരു ട്രസ്റ്റാണ് ഏറ്റവും പീക്ക് ലെവലിലേക്കാണ്. ട്രസ്റ്റ് വർത്തി ആവണം. അതെ, ആ പീക്ക് ലെവലിലാണ് കാണിച്ചത്. ഈ ലെവലിൽ കൈകാത്തട്ടെ ഞാനാവുമ്പോ ഈ ലെവൽ, ആ ലെവലില്. കാരണം എനിക്ക് അത്ര ഹൈറ്റ് ഉണ്ട്. ഇനിയിപ്പോ ഞാൻ മാക്സിമം എത്ര എന്നെ കൊണ്ട് പിന്നെ നമ്മൾ കൊടുക്കും. ലവ് കൊടുക്കുമോ? അതിന്റെ ഭാഗമാണല്ലോ. എത്രത്തോളം സ്നേഹം? ആടാ ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ആദ്യത്തെ ദിവസം ഫസ്റ്റ് നൈറ്റ് സ്ട്രീമിംഗ് ഉണ്ടാവുമോ? അതായത് ഒരുപാട് പ്രേക്ഷകർ ബാസിലിന്റെ കല്യാണ ശേഷമുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ വിശേഷങ്ങൾ ഉണ്ടാവുമോ? അല്ല കല്യാണത്തിന് അങ്ങനെ കല്യാണ വിശേഷങ്ങൾ നമ്മള് പ്രേക്ഷകരെ അറിയിക്കും. കല്യാണ വിശേഷങ്ങൾ ഉണ്ടെങ്കിലും മറ്റെന്ത് വിശേഷങ്ങൾ ഒരുപാട് ടെൻഷൻ ഉണ്ട് എനിക്ക്. മെയിൻ ടെൻഷൻ എന്ന് വെച്ചാല് ഇടവും വലമൊക്കെ ഉള്ളതാണ് നമ്മളെ മെയിൻ ടെൻഷൻ. കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് പടക്കം പൊട്ടിച്ചിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പൊട്ടിക്കൂല, പക്ഷെ ആ ഒരു ഗുണ്ട് കയ്യിൽ അത് കണ്ടതിന് ഞാൻ എങ്ങനെ സ്റ്റേജ് അതായത് നമ്മളോടുള്ള ബാസിലിന്റെ സമീപനം എങ്ങനെയാണ് നോക്കും? ബാസിൽ കഴിച്ചോളിട്ടോ ഇരിക്കിട്ടോ ഞാൻ വളരെ വൃത്തിയിലാണ് വളരെ ഡീസന്റ് ആയിട്ട്. എപ്പോഴാ മറന്ന് നിനക്ക് തോന്നിയാല് എന്നെ പടക്കം പൊട്ടിച്ച് ഓർമ്മിപ്പിക്കും. ഞങ്ങളെ ഫ്രണ്ട്സ് എന്നോടൊന്ന് തട്ടി വിളിച്ചാൽ മതി, ഞാൻ ഉണരും. അറിയും അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ വാങ്ങണ്ട. നമ്മളൊണ്ടില്ലല്ലോ സുഹൃത്തുക്കളെ. അപ്രതീക്ഷിതമായിട്ട് ആരോ കടന്നു വരുന്നുണ്ട് തോന്നുന്നുണ്ട്. നൂറൊക്കെ ഒരുങ്ങി സെറ്റപ്പ് ആവൂലേ? ഡ്രസ് വാങ്ങി കൊടുത്തണേ. ഞാൻ കണ്ടുണ്ട് അന്നത്തെ കണ്ട. അപ്പൊ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് നമ്മളൊരു ഭാവി ഭാര്യനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളല്ലോ ഫസ്റ്റ് ഭാവി ഭാര്യ എങ്ങനെയൊക്കെ ആവണം? പാവായ മതി. എനിക്കങ്ങനെ അറിയോ, നമ്മളുണ്ടല്ലോ പണ്ട് വീഡിയോ കാണുമ്പോ ഇങ്ങനെ ഇങ്ങനെ കയറി ഡേ ഇറങ്ങനെ വിളിച്ചൂലേ, അപ്പൊ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വരുന്നത് മുറ്റത്ത് ഇവിടേക്ക് കൊലയുമ്പോഴേക്ക്. ഇപ്പൊ അങ്ങനെ വന്നില്ലെങ്കിലും അവിടുന്ന് എവിടെന്നെങ്കിലും എത്തിപ്പാടെങ്കിലും നോക്കണം. അതെ, നമുക്ക് എന്താ വെച്ചാല് ഞാൻ പറയണത്, ഞാൻ പ്രിഫർ ചെയ്യണത് സമാധാനത്തിനാണ്. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. അതില്ലാതെ എന്തുണ്ടായിട്ടും അതായത് എനിക്കിപ്പം സ്വർണം വാങ്ങണം, സ്വർണ്ണ കടയിൽ പോയാൽ വാങ്ങാം കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഡയമണ്ട് വാങ്ങണം, ഡയമണ്ടിന്റെ ഷോപ്പ് പോയാൽ എനിക്കൊരു വിലപിടിപ്പുള്ള ആഡംബര വാഹനം വാങ്ങണം. എനിക്ക് ആഡംബര വാഹനം വാങ്ങണമെങ്കിൽ ആഡംബര കാറിന്റെ ഷോപ്പിൽ പോയാൽ എനിക്ക് വാങ്ങാം. ഇതിനൊന്നും തരാൻ പറ്റാത്ത സന്തോഷം എന്തിനു തരാൻ പറ്റും? സമാധാനത്തിന് തരാൻ പറ്റും. അപ്പോൾ ഈ സമാധാനം കിട്ടാൻ ഇതാണ് അൾട്ടിമേറ്റ്.
അതായത് ഇത് കിട്ടണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. അതായത് നമുക്ക് നമ്മളതായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടായാൽ മതി. അത് ആരെ ജീവിതത്തിൽ വിജയിച്ച് അതിപ്പോ ഇനി കൂട്ടുകാരെ സൈഡിൽ എന്ത് നിന്നാണ്, അത് ഇമ്മാരെ സൈഡിൽ നിന്നാണല്ലോ, അല്ല ഉണ്ട് അല്ല അങ്ങനെയല്ല, വീട്ടുകാരെ സൈഡ് ഭാര്യ കുറച്ച് പ്രഷർ തരുന്ന ആൾക്കാർ ഓരോ ഭാഗത്തുനിന്ന് ഒരു ഇത് കിട്ടുക, സപ്പോർട്ട് കിട്ടുക തന്നെ നമുക്ക് പ്രഷർ ഓൾറെഡി പുറത്തുനിന്ന് നമുക്ക് എല്ലാവരും പ്രഷർ ഉള്ളിലുള്ളവർ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ ആ പ്രഷർ കൊണ്ടേക്കാരം നമ്മൾ വീട്ടിൽ വരാം. അപ്പൊ ഇവിടുന്നും പ്രഷറായി ആകെപ്പാടൊരു പ്രഷർ പ്രഷർ കുക്കർ ഒരു പരിധി കഴിഞ്ഞാൽ പൊട്ടും. അതെ അതെ പൊട്ടും. അത് മനുഷ്യന്മാരാണ്. അപ്പൊ അതിനൊരു ഇതുണ്ട്. അപ്പൊ എന്താ വെച്ചാല് കെട്ടണോനും കെട്ടിക്കണോലും ഒക്കെ എന്ത് ചെയ്യാം. ഹലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാം. അപ്പൊ നമ്മള് ഒഫീഷ്യലായിട്ട് പറയാണ്. അപ്പൊ നമ്മള് ഡിസംബർ 26 അർഷിയ എന്റെ നിക്കാണ്. അപ്പൊ എന്താ ചെയ്യാ, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ നമ്മളല്ലേ, അങ്ങട്ടാണ് ഇങ്ങട്ടാണ് സുഹൃത്തുക്കളെ നിക്കാഹ് കഴിക്കലോ എന്താ സ്റ്റേജ് വന്ന് വർക്കാവോ. മോലേര് ചൊല്ലി തരുമ്പോഴേ ഇല്ല, മോലേര് ചെവിയിൽ നമുക്ക് ചൊല്ലി തരുമല്ലോ, നമ്മൾ ഏറ്റു പറയും. എന്താ വെച്ചാൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ കുറേ എതിരുണ്ട്. ഇപ്പോൾ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഇവരുടെ സൈഡിൽ നിന്നാണെങ്കിലും ഫുൾ പ്രഷറിലാണ് നിൽക്കുന്നത്. അതായത് ഞാൻ അങ്ങനെ കാട്ടാനായിക്കണില്ല, അങ്ങനെ കാട്ടാനായിക്കണില്ല. അത് ഒന്നുമല്ല കേട്ടോ, ഇവരൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം എന്താ പറയുക, ഇൻ്റെ ഒരു പ്രത്യേകത ഞാൻ തന്നെ പറഞ്ഞില്ല, ഇന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇനി ഞാൻ ഒരു പരിപാടിക്ക് ഇപ്പൊ ഞാൻ പരിപാടി എന്താ പറഞ്ഞു, അല്ല എന്നെ കസ്റ്റമൈസ് ചെയ്യാം, എനിക്ക് എന്നെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പൊ ഞാൻ അവരോട് കാല് പിടിച്ച് പറഞ്ഞ കാര്യമാണ്, ഇന്റെ പരിപാടി എനിക്ക് ഇങ്ങനെ നടക്കണമെന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണോ ദയവായിട്ട്. ഞാൻ അവരോട് വേറൊരു കാര്യം ഞാൻ വാക്ക് കൊടുത്തിക്കണേ, നിങ്ങളെ പരിപാടി എങ്ങനെയാണ് നിങ്ങൾ പറയണേ അതിന്റെ മുന്നിൽ ഞാട്ടോ അതേ പറയും, എന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞങ്ങൾക്ക് ഡ്രസ് കോഡ് നിങ്ങൾ എങ്ങനെ നോ പ്രോബ്ലം. അങ്ങനല്ല, ഒരു മാന്യമായ വസ്ത്രധാരം. ഞാൻ എന്നാളും പറഞ്ഞതല്ലേ, അല്ല പിന്നെ ഞങ്ങൾ ഇത് അതല്ല പറഞ്ഞത്. നമ്മളൊരു സഭയ്ക്ക് പോകുമ്പോ ഇപ്പൊ ഉണ്ടല്ലോ, ഇതൊരു കോട്ട് സൂട്ടൊക്കെ ഇട്ട് വന്നു നോക്കിയാ, ഞാൻ ആ സ്റ്റേജിൽ വന്ന് പുതിയ പല ഡ്രസ്സൊക്കെ വലിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം വന്നിട്ട് കോട്ട് സൂട്ട് ഇടും. അങ്ങനെ സെറ്റ് ചെയ്യാം നമ്മള്. നല്ല വൃത്തിയിലുള്ള ഡ്രസ്സ് ഇടുക. അതായത് ഇങ്ങളെ കണ്ടിട്ട് ഇന്റെ കൂട്ടുകാരന്മാരെ അത് ഇന്നാരും നോക്കരുതെന്ന്, ഇങ്ങളങ്ങനെ നോക്കി ആ ലെവലിലൊരു ഡ്രസ്സിങ് ആണ്. അതായത് എന്റെ കല്യാണത്തിന് അന്നെ നോക്കിയില്ല, ഒരു മനസ്സ് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ ആൾക്കാർ തിരിഞ്ഞു നോക്കണ തരത്തിലുള്ള ഒരു കോസ്റ്റ്യൂം ഇട്ടുകൾ വരണം. കൊടുകൈ അല്ല അങ്ങനല്ല, അല്ല കൊടുകൈ അല്ല അത് നമ്മൾ ചെയ്തുതരും. അല്ല അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നല്ലൊരു കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരണമെന്നാണ് ഉദ്ദേശിച്ചത്. കൊടുകൈ അങ്ങനെ തന്നെ പറഞ്ഞോ, അല്ലാതെ ഡ്രസ് ഇടരുത്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും പേടിക്കുക, നല്ല പേടിയുണ്ട്. ഞാൻ പേടി സമ്മതിച്ചുതരാം, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ സമ്മതിച്ചുതരാം. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു തരും. എനിക്ക് ഞാൻ എന്റെ മുത്തല്ല, ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയില്ലേ. നീ കല്യാണം കഴിഞ്ഞപ്പോ ഈ കൈയൊന്നും എന്റെ മേത്താവില്ല. മുത്തേ ഇവിടെ ഉണ്ടാവും ഈ കൈ, ഇവിടെ പെണ്ണുങ്ങളുണ്ടാവും, നമ്മളവിടെ പുറത്തുണ്ടാവും. ഇവിടെ ഉണ്ടാവും ഈ കൈ. നോക്കാലോ, കല്യാണം കഴിയുമ്പോ ഞാൻ വീഡിയോ ഇടും. ഇവിടെ വ്ലോഗ് ഉണ്ട്, എല്ലാത്തിനും വ്ലോഗ് ഉണ്ടല്ലോ. ആയിക്കോട്ടെ, അതുണ്ടാവും. നമ്മള് മാറുന്നൊക്കെയാണ് പറയണത്, പക്ഷെ മാറൂല. എന്താ വെച്ചാൽ നമ്മളെ കെട്ടാൻ പോണ കുട്ടിയും ഓളും തന്നെ നമ്മളെ സിറ്റുവേഷൻസ് ഒക്കെ അറിയുന്ന ഒരാളാണ്. പിന്നെ നിങ്ങളെന്താ നോക്ക് വളരെ വ്യക്തമല്ല, അങ്ങനെ അറിയിക്കുന്നല്ലോ. നമ്മള് ഭീഷണിപ്പെടുത്തല്ല. അതായത് ഞമ്മക്കിങ്ങനെ നമ്മളതായ രീതിയിൽ കുറച്ച് കറങ്ങാനൊക്കെ പോകുമ്പോൾ ഞമ്മക്ക് ഇവനെ കിട്ടണം, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാ ദിവസവും നിങ്ങളൊപ്പം തന്നെയാണ്, ഊണും ഉറക്കവും കടത്തവും എല്ലാം നിങ്ങളൊപ്പം തന്നെയാണ്. അപ്പൊ കുറച്ച് നേരം ഞങ്ങളായ സമയത്തേക്ക് ഒരു 2 മണിക്കൂർ നമ്മളെ ചെക്കനെ വിട്ടായിരുന്നു, 2-3 മണിക്കൂർ അതിലേറെ ചോദിക്കലുണ്ടോ? ഇല്ല. സമയങ്ങൾ മാത്രം. പിന്നെ നമ്മളെന്താന്ന് ഫാമിലിക്കൊക്കെ അറിയാം. എന്താ ഉദ്ദേശിച്ചാല് കുട്ടിന്റെ പേരെന്താ അറിയോ? പറയാൻ പറ്റില്ല, പേര് നമുക്ക് പറയാലോ, സമയമുണ്ടല്ലോ. പേരിടൽ വ്ളോഗ്, കുട്ടിക്ക് പേരിടൽ വ്ളോഗ് ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു ഇത്. സത്യം പറഞ്ഞാല് ഇത് പറഞ്ഞ എന്താ പറഞ്ഞേ, കുട്ടീൻ്റെ ആയിക്കോട്ടെ. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഒരുപാട് നമുക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ മാറി കിടക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സങ്കടമല്ല, സന്തോഷമാണ്. സത്യം പറഞ്ഞ സന്തോഷമാണ്. അതായത് നമ്മള് അല്ലേ, അതായത് ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചെന്താ അറിയോ,
എനിക്കെന്നെ വീട്ടിക്ക് പലതും അല്ല അങ്ങനെയല്ല എനിക്കെന്നെ വീട്ടിക്ക് കയറി ചെല്ലുമ്പോൾ എന്നോട് ഇങ്ങനെ നിർബന്ധിക്കാം ഒപ്പല്ലെല്ലാം മുഴുവൻ കെട്ടിയില്ലേ എനിക്കൊന്ന് കെട്ടിക്കൂടെ കെട്ടിക്കൂടെ അന്നാര നിർബന്ധിക്കല് ഞാൻ തന്നെ ആ അതുണ്ടാവും അല്ലാതെ തന്നെ ആരും നിർബന്ധിക്കുന്നില്ല അപ്പൊ എന്താ വെച്ചാല് അങ്ങനെ പറഞ്ഞ് ആദ്യമൊക്കെ ഞാൻ തന്നെ എന്നോട് പറഞ്ഞിനി അങ്ങനെ കാരണം ഒപ്പല്ലോരൊക്കെ ഫാമിലി ആയി കാര്യങ്ങളായി ഒക്കെ പിന്നെ 10-20 വയസ്സായല്ലോ ഇനിയിപ്പം ഇനിയിപ്പം നബി പറഞ്ഞ കണക്കിനാണെങ്കിൽ ആ 30 കൊല്ലം നമുക്ക് ജീവിതമുള്ളൂ അപ്പൊ ആയി കെട്ടാനായി ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇല്ല ആയില്ലേ 2 കൊല്ലം വേറൊരു ടെസ്റ്റ് ഇതിലെന്താ വെച്ചാൽ ഒരു 3-4 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും നമ്മളെ ഗ്യാങ്ങിലെ മൊത്തം ആൾക്കാർ 3-4 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും കിട്ടും എല്ലാവരും 24 വയസ്സ് കഴിഞ്ഞവരാണ് അപ്പം 26, 27, 28 അതെ അർഷ് തുടക്കം വന്നു ഞാൻ അതിന്റെ ആ തിരിന്റെ ഒരു ഭാഗമായി മാറി ഇനി ആ തിരി നീണ്ട് കിടക്കുന്നുണ്ട് ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ തന്നെ ആ തിരി മുഴുവൻ കൊളുത്തി നമ്മളത് മുഴുവനാക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞു വന്നതാണ് പുതിയൊരു ജീവിതത്തിലേക്ക് നൂറൊക്കെ നാട് വന്നു അപ്പേ നൂറിന്റെ താത്താൻ്റെ കുട്ടി കേട്ടോ അപ്പൊ നൂറൊക്കെ ഒന്ന് ഒരുങ്ങി കെട്ടിണ്ടാവും മുന്നിൽ കേട്ടോ അല്ലേ നൂറെ അപ്പൊ ഇൻഷാല്ലാ നമ്മളെ പരിപാടിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രീം ചെയ്യാനും അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്ട്രീം ചെയ്യണില്ല നമുക്ക് നോക്കാം നമ്മൾ നോക്കി കണ്ടു എന്തായാലും ചെയ്യാം കാരണം എന്താ വെച്ചാല് ഒരുപാട് നല്ല കൂട്ടുകാരാണ് എന്റെ ചുറ്റിനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാക്കാൽ നല്ലത് മാത്രം ഒഴിഞ്ഞു പോകുന്ന ഒരു പറ്റ സുഹൃത്തുക്കളെ ഈ കാലയളവിൽ ഉണ്ടാക്കിയിട്ടത് കൊണ്ട് അതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമാണ് വേറെ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും വേറെ സമ്പാദ്യം ഇല്ലല്ലോ അലമ്പിന് ഒരു 10-15 ആൾക്കാർ കൂടെ ഉള്ളതാണ് അലമ്പിന് കൈയും കാലും വെച്ചാൽ ഒരു 10-15 ആള് ചുറ്റിനും ഇടം വലം നോക്കാൻ ചെയ്യും ഇനിയിപ്പോൾ ഒരാൾ ജോർജിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് 18-ാം തീയതി അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു ജീവിതമാണ് ഇപ്പോൾ എൻ്റെ ജീവിതം അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട് അതാണ് ഇങ്ങോട്ട് വല്ലാതെ ഇങ്ങോട്ട് ആക്റ്റീവ് ആകാൻ കഴിയാത്തത് ഈ വിഷയം പറയും കേട്ടോ അല്ലാതെ നമ്മൾ ഫുൾ ഓൺ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക തവക്കലത്തും അല്ലാതെ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കാണ് എല്ലാവരും കമന്റ്സിൽ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക കമന്റ്സ് പോട്ടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ വലിയ കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിശ്വസിച്ച ഒരു പെൺകുട്ടി കടന്നു തരാണ് നമ്മൾ ആ പെൺകുട്ടി വിശ്വസിച്ച് നമ്മൾ ഓളെ ജീവിതത്തിലേക്ക് കടന്നു തന്നെയാണ് അപ്പോൾ ഇതൊരു രണ്ട് കടന്നു വിരലുകളാണിത് അതെ അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൂടെ വേണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ കല്യാണ വേദിയിലേക്ക് കടന്നു അതായിട്ടില്ല സുഹൃത്തുക്കൾ അതിന് നമ്മൾ ലിമിറ്റേഷൻ എല്ലാം ഉണ്ടോ നിങ്ങൾക്ക് അറിയാലോ ഇപ്പം നമ്മൾ കൊണ്ടടിത്ത കാക്കാൻ്റെ കുടിയിരിക്കലുണ്ടല്ലോ എല്ലാവരും അതായത് വിളിച്ചോലും ചെന്നു അതിൻ്റെ പുറത്ത് കേട്ടറിഞ്ഞ് ചെന്ന ആൾക്കാർ അപ്പോൾ ആ പാട്ട് ഇതായല്ലോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പരിപാടി നമ്മൾ ഇങ്ങനെ നിങ്ങളെ അറിയിക്കുകയാണ് ഒഫീഷ്യലായിട്ട് നമ്മൾ അപ്പോൾ December 26 ഇൻഷാ അല്ലാഹ് ഞാൻ വൈവാഹിക ജീവിതത്തിലേക്ക് വിറച്ചിട്ട് കാലെടുത്ത് വെക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നമ്മളെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബാക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരും എൻ്റെ അലങ്കോല പണികളൊക്കെ കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അലങ്കാരപ്പണികൾ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരോടും ബൈ.